നിരപരാധികളുടെ ജീവൻ അപഹരിച്ച പഹൽഗാം ഭീകരാക്രമണം രാജ്യ മനസാക്ഷിയെ ഞെട്ടിക്കുകയും വ്യാപക പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുകയും ചെയ്ത ഒരു നിഷ്ഠൂര സംഭവം തന്നെയാണ്. രാജ്യത്തെ ദുഃഖിതരായ മനുഷ്യരെ ആകെ ഒന്നിപ്പിച്ച ഈ സംഭവത്തിന് ശേഷം കേന്ദ്ര സർക്കാർ അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണ തുറന്നു കാട്ടുന്ന പ്രക്രിയ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെയുള്ള ശക്തമായ തിരിച്ചടിക്ക് ശേഷം ഇസ്ലാമാബാദിനെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ഒരു ഉന്നത നയതന്ത്ര ആക്രമണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട രാജ്യ തലസ്ഥാനങ്ങളിലേക്ക് സർവകക്ഷി സംഘത്തെ അയച്ച് അന്താരാഷ്ട്ര അഭിപ്രായ സമന്വയത്തിനെയും തങ്ങളുടെ നിലപാടിന് പിന്തുണ നേടുന്നതിനും ശ്രമിക്കുന്നതിനുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാനെതിരെ വിമർശനങ്ങൾ രൂപപ്പെടുത്തുക, അന്താരാഷ്ട്ര നാണയനിധി, ഏഷ്യൻ വികസന ബാങ്ക് എന്നിവയിൽ നിന്നുള്ള സാമ്പത്തിക സഹായം തടയുക എന്നീ രണ്ട് ലക്ഷ്യങ്ങൾ തന്നെയായിരുന്നു ഈ ഉദ്യമത്തിന് പിന്നിൽ ഉണ്ടായിരുന്നുള്ളത് എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ്. എന്നാൽ ഇന്ത്യയുടെ നിലപാടിൽ ധാർമ്മികത, വ്യക്തതവും ഭീകരത വളർത്തുന്നതിൽ പാകിസ്ഥാനിന്റെ പങ്കാളിത്തത്തിന്റെ ശക്തമായ തെളിവുകളും ഉണ്ടായിരുന്നിട്ടുകൂടി ഈ നയതന്ത്ര പ്രചരണം ശക്തമായ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഭൗമരാഷ്ട്രീയ നിലപാടുകളാലും തന്ത്രപരമായ താല്പര്യങ്ങളാലും നയിക്കപ്പെടുന്ന വൻ ശക്തികൾ ഇന്ത്യയുടെ ശ്രമങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കുന്നതിൽ ഒരു വിമുഖത കാട്ടിയിരിക്കുക തന്നെയാണ്. അത് അങ്ങനെ തന്നെയാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, സർവകക്ഷി സംഘത്തിന്റെ യാത്രാ പരിപാടിയിൽ നിന്ന് അയൽ രാജ്യങ്ങളെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ രാജ്യങ്ങളെ ഭീകരാക്രമണങ്ങളെ അപലപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി പാകിസ്ഥാനെ കുറിച്ചുള്ള ഇന്ത്യൻ നിലപാടിനെ അംഗീകരിക്കുന്നതിൽ മൗനം പാലിക്കുക തന്നെയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭരണകക്ഷിയുടെ വികലവും വിഷയങ്ങളെ വഴിതിരിച്ചു വിടുന്നതിനുമുള്ള ശ്രമങ്ങളുടെ പ്രതിഫലനമായാണ് CPI ഈ പ്രക്രിയയെ വീക്ഷിച്ചു വന്നത്. വിദേശ രാജ്യങ്ങളിലേക്ക് അവരുടെ അനുതാപം പിടിച്ചു പറ്റുന്നതിന് ഉന്നതതല സംഘത്തെ അയക്കുന്നതിന് സമയം കണ്ടെത്തിയപ്പോഴും രാജ്യത്തെ ഉന്നത ജനാധിപത്യ വേദിയായ പാർലമെന്റ് വിളിച്ചുകൂട്ടി ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, അനന്തര ഫലങ്ങൾ എന്നിവയൊക്കെ എന്തൊക്കെയാണ് എന്നുള്ള ചർച്ചകൾ ഒന്നും തന്നെ ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ലായിരുന്നു. പാർലമെന്റിനെ മനഃപൂർവ്വം മറികടന്നുള്ള ഈ സമീപനം സ്വേച്ഛാപരവും ജനാധിപത്യ സംവിധാനത്തോടുള്ള അവഗണന പ്രതിഫലിപ്പിക്കുന്നതും തന്നെയാണ്. അതിൽ ഒരു സംശയവുമില്ല. ഇന്ത്യയിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധികളെ അറിയിക്കുന്നതിനും വിശ്വാസത്തിൽ എടുക്കുന്നതിനും പകരം ആഭ്യന്തര സുതാര്യതയേക്കാൾ അന്താരാഷ്ട്ര കാഴ്ചപ്പാടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തങ്ങളുടെ ആഖ്യാനങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ കേന്ദ്രം ശ്രമിച്ചതല്ല, അങ്ങനെ തന്നെയാണ് അവർ ചെയ്തത്. പാർലമെന്റ് വിളിച്ചുകൂട്ടി ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. തന്ത്രപരവും രാഷ്ട്രീയവും പ്രാദേശികവുമായി നിർണായകമായ ഏത് നടപടികളും പാർലമെന്ററി ചർച്ചകൾക്ക് വിധേയമാക്കണം എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെ. മറ്റ് രാജ്യങ്ങളിലേക്ക് സർവകക്ഷി സംഘത്തെ അയക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായാൽ ആഗോളതലത്തിൽ ചില രാജ്യങ്ങളെ മാത്രം തെരഞ്ഞെടുത്തതും ജനാധിപത്യ വേദികളെ ഇരുട്ടിൽ നിർത്തിയതും എന്തുകൊണ്ടായിരുന്നു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഈ ചോദ്യം ഇന്നേ വരെ ഉത്തരമില്ലാതെ ഒന്ന് കിടക്കുക തന്നെയാണ്. വിദേശ രാജ്യ തലസ്ഥാനങ്ങളെ സ്വന്തം ജനപ്രതിനിധികളെക്കാൾ ബഹുമാനിക്കുന്ന കേന്ദ്ര സമീപനം ജനാധിപത്യ സംവിധാനത്തോടുള്ള ഒരു അധിക്ഷേപം തന്നെയാണ്. മാത്രമല്ല, സൈനിക വിവരണങ്ങളെയും ബാഹ്യ നിലപാടുകളെയും അമിതമായി ആശ്രയിക്കുകയും അതേസമയം കാര്യമായ നയതന്ത്ര നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിൽ അവർ പരാജയപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് CPI വീക്ഷിച്ച ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു കാര്യം തന്നെയാണ്. 33 രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘങ്ങളെ അയച്ചതിനൊപ്പം തന്നെ ശബ്ദഘോഷത്തോടെയുള്ള മാധ്യമ വാചോടോപവും അതിതീവ്ര ദേശീയതാ ബോധവും സൃഷ്ടിക്കാനുള്ള നീക്കങ്ങളും പാകിസ്ഥാനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താൻ പോകുകയാണ് എന്നുള്ള അവകാശവാദങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും ഇതിന്റെ അനന്തരഫലം വ്യത്യസ്തമായ കഥയാണ് പറയുന്നത് തന്നെ. ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച സംഘത്തിലെ അംഗമായിരുന്ന തൃണമൂൽ കോൺഗ്രസ് MP അഭിഷേക് ബാനർജി എത്ര രാജ്യങ്ങൾ ഇന്ത്യക്ക് ശക്തമായ പിന്തുണ നൽകി എന്നുള്ളത് ചോദിക്കുകയുണ്ടായിരുന്നു. നമ്മുടെ പ്രതിനിധി സംഘങ്ങൾ വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോഴും വൻ രാഷ്ട്രങ്ങളുമായുള്ള പാകിസ്ഥാന്റെ നയതന്ത്രപരമായ ഇടപാടുകൾ തുടർന്നു വരിക തന്നെയായിരുന്നു. അന്താരാഷ്ട്ര സമൂഹം ഫലപ്രദമായ ഉപരോധം ഏർപ്പെടുത്താനോ സാമ്പത്തിക സഹായം നിർത്തലാക്കുന്നതിനോ തയ്യാറായിട്ടുമില്ലായിരുന്നു. ഇന്ത്യ ആക്ഷേപം ഉന്നയിച്ചതിലും അന്താരാഷ്ട്ര നാണയനിധി അവർക്ക് സഹായം നൽകുകയും ചെയ്തു. സഹായം മരവിപ്പിക്കുന്നതിന് പകരം ഏഷ്യൻ വികസന ബാങ്ക് അവരുടെ വികസന പദ്ധതികൾക്കുള്ള പിന്തുണ തുടരുകയും ചെയ്യുകയായിരുന്നു. ആഗോള ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ പരിമിതമായ സ്വാധീനമേ ഉള്ളൂ എന്നുള്ളത് ഈ സംഭവ വികാസങ്ങൾ തുറന്നു കാട്ടുകയാണ്. സ്ഥിരമോ പ്രശ്നാധിഷ്ഠിതമോ ആയ ആഗോള സഖ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ള ഈ ഒരു വസ്തുത ഇത് എടുത്തു കാണിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതൊരു പ്രധാനമായി നമ്മൾ വീക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.